നമസ്കാരം. എൻ്റെ പേര് മോഹൻ ജോളി വർഗീസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം, ചില ആൾക്കാരിൽ കുറേ സാമ്പത്തികമൊക്കെ വന്നു കഴിയുമ്പോൾ അവർ കരുതും ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, കുടുംബക്കാരൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ ധാരാളം കാശുണ്ട്, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ പറ്റും, എനിക്ക് ആരുടെയും സപ്പോർട്ടോ അല്ലെങ്കിൽ ആരുടെ സഹായമൊന്നും വേണ്ട, ഞാൻ തന്നെ ജീവിച്ചോളാം എന്ന് കരുതി ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അതിൽ കുറേയൊക്കെ മലയാളികളുമുണ്ട്, മറ്റ് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ ഇവരുടെയൊക്കെ ജീവിതം 100% സക്സസ്ഫുൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അല്ല എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിലൊരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്കറിയുന്നൊരു സ്ത്രീ തിരുവനന്തപുരത്തെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബിൽഡിങ്ങിൽ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. അവരുടെ സ്വന്തം ഫ്ലാറ്റാണ്, അവർ തന്നെയാണ് താമസിക്കുന്നത്. വലിയ ലക്ഷറി ഫ്ലാറ്റാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു കാറൊക്കെ ഉണ്ട്. അവർ പുറത്തോട്ടൊക്കെ പോകുന്നത് ഡ്രൈവറൊന്നുമില്ല, അവർ തന്നെ വണ്ടി ഓടിച്ച് പോവുകയാണ്. അവരെന്തോ അമേരിക്കയിലെവിടോ വലിയൊരു പൊസിഷനിലിരുന്നൊരു സ്ത്രീയാണ്. കയ്യിൽ ധാരാളം കാശുണ്ട്. ഇടയ്ക്കൊക്കെ സെർവൻ്റ് വന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും, പത്രക്കാരൻ വന്ന് പത്രം ഇട്ട് കൊടുക്കും, പാൽക്കാരൻ വന്ന് പാൽ കൊടുത്തിട്ട് പോകും. ഈ സ്ത്രീ അങ്ങനെ ഫ്ലാറ്റിലുള്ള ബിൽഡിങ്ങിലുള്ള മറ്റാൾക്കാരായിട്ടൊന്നും വലിയ സഹകരണമൊന്നുമില്ല. പലർക്കും ഈ സ്ത്രീയെ അറിയത്തില്ല. കാരണം അവർ നേരെ ബേസ്മെൻറ്റിൽ വന്ന് വണ്ടി ഇറങ്ങുന്നു, ബേസ്മെൻറ്റിൽ വണ്ടി കിടക്കുന്നിടത്ത് വന്ന് ഇറങ്ങും, വണ്ടിയെ കയറി പോകും, സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരും, തിരിച്ചതേപോലെ വണ്ടിയോട് പാർക്ക് ചെയ്ത് ലിഫ്റ്റിൽ കയറി തിരിച്ചാൽ ഫ്ലാറ്റിൽ പോകും. മറ്റാൾക്കാരായിട്ടൊന്നും വലിയ സഹകരണമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഈ പത്രക്കാരന് വന്ന് പത്രം ഇടാൻ നേരത്ത് ശ്രദ്ധിച്ചു, 1-2 ദിവസമായിട്ട് ഇവർ ഈ പത്രം എടുത്തിട്ടില്ല. സാധാരണ ഇവരെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ പത്രക്കാരോടും പാൽക്കാരോടും പറയും കുറച്ച് ദിവസത്തേക്ക് പത്രവും പാലും ഇടണ്ടാന്ന്. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പത്രക്കാരൻ ശ്രദ്ധിച്ചപ്പം 1-2 ദിവസമായിട്ട് പത്രവും ഈ പറയുന്ന പാലും അവരുടെ പുറത്തെ ഡോറിൻ്റെ അടുത്ത് കിടപ്പുണ്ട്. പത്രക്കാരന് ഫ്ലാറ്റിൽ സെക്യൂരിറ്റി ഇൻചാർജിനെ കാര്യം അറിയിച്ചു. സെക്യൂരിറ്റി വന്ന് നോക്കിയപ്പോൾ ശരിയാണ്, 2-3 ദിവസത്തെ പത്രം കിടപ്പുണ്ട്, പാലും അതുപോലെ കിടപ്പുണ്ട്. അവരാരോടും പറഞ്ഞിട്ടില്ല. അവരുടെ വണ്ടി താഴെ ബേസ്മെൻറ്റിൽ കിടപ്പുണ്ട്. അങ്ങനെ അവർക്ക് സംശയം തോന്നിയിട്ട് അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ഈ ബിൽഡിംഗ് എടുക്കാൻ നേരത്ത് ഈ ബിൽഡിങ്ങുകാർക്ക് കൊടുത്ത നമ്പറിലേക്ക് നമ്പർ അവരിലുണ്ട്, ബിൽഡിങ്ങുകാരിലുണ്ട്. ആ നമ്പറിലേക്ക് പോലീസ് കോൺടാക്ട് ചെയ്തപ്പം ഇവരുടെ മുറിക്കകത്ത് ഇരിക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. അങ്ങനെ എന്തുവായാലും ഫോൺ അകത്തുണ്ട്, വേറെ നമ്പറൊന്നും കോൺടാക്ട് ചെയ്യാനില്ല. എനിവേ പോലീസിൻ്റെ മേലധികാരിയോടൊക്കെ ചോദിച്ചിട്ടായിരിക്കാം പോലീസുകാർ ആ ബിൽഡിങ്ങിൻ്റെ ഡോറ് ഇടിച്ചു തുറന്നപ്പോൾ ഹാളിൽ ഇവരുടെ സെറ്റിയിൽ ഇവർ മരിച്ചിരിക്കുകയാണ്. 2-2.5 ദിവസം പഴക്കമുള്ള ഒരു ഡെഡ് ബോഡിയാണ്. അവർ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവർ മരണം സംഭവിക്കുന്നത്. കാരണം കുപ്പിയും ഗ്ലാസും സോഡയും ഒക്കെ അവിടെ ടേബിളിലുണ്ട്. TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തെങ്ങണ്ടായിരുന്നു എന്തോ മരണം സംഭവിച്ചു. എനിവേ അവർ മരിച്ചു. ഇതിൽ വന്ന 2-3 പ്രശ്നം പറഞ്ഞാൽ ഈ 2 ദിവസം പഴക്കമായത് കാരണം നമുക്കറിയാം, ഇരുന്ന് മരിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ കാലൊന്നും നേരെ ആവത്തില്ല. ഇവർ ആംബുലൻസ് വന്നു സ്ട്രെച്ചറിൽ വെക്കാൻ നോക്കിയിട്ട് കാല് ജഗജമ്പ് നേരെ ആവുന്നില്ല. അവസാനം ഇവർ എനിക്കൊന്ന് അസ്ഥിയെ ഒടിച്ചിട്ടാണ് ഇവർ നേരെയാക്കി വെച്ചത്. എന്നാൽ ഇവർ മരിച്ച വിവരം ഇവരുടെ ബന്ധുക്കളെ അറിയിക്കണമല്ലോ. ഈ പോലീസിന് എത്ര ശ്രമിച്ചിട്ടും ഇവരുടെ ബന്ധുക്കളെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവരുപയോഗിക്കുന്ന മൊബൈൽ അന്നൊന്നും ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ ഒരു ടച്ച് സ്ക്രീൻ പോലത്തെ ചെറിയ ഫോൺ, അല്ല നമ്മുടെ 3310 പോലത്തെ ഒക്കെ ഫോണൊക്കെ ഉള്ളൂ. ആ ഫോണിൽ ഇവർ ഫീഡ് ചെയ്തിരിക്കുന്ന 1-2 നമ്പറുകൾ പറഞ്ഞാൽ ഒന്ന് ഈ പത്രക്കാരൻ്റെയും മറ്റൊന്ന് ഈ പാൽക്കാരൻ്റെയും പിന്നെ അവിടെ വേലയ്ക്ക് വരുന്ന സ്ത്രീയുടെ നമ്പർ മാത്രമേ ഉള്ളൂ. വേറെ ആരുടെ നമ്പർ ഇവരുടെ ഫോണിലില്ല. പോലീസ് ആ വീടെല്ലാം പരിശോധിച്ചു, ഇവരുടെ പാസ്പോർട്ട് കണ്ടെത്തി. അങ്ങനെ എംബസിയുമായി കോൺടാക്റ്റ് ചെയ്ത് ഇവർ അമേരിക്കയിലുള്ള ഇവരുടെ ഭർത്താവിനെ പോലീസ് കോൺടാക്റ്റ് ചെയ്തു. ഭർത്താവ് എടുത്തുവായി പറഞ്ഞു, എനിക്ക് ആ സ്ത്രീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ സ്ത്രീ എതിലേ പോയാലും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഭർത്താവിനെ കോൺടാക്ട് ചെയ്ത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നൊരു മോശമായിട്ട് റിപ്ലൈ വന്നപ്പം ഇവർ മകനെ കോൺടാക്ട് ചെയ്തു. മകൻ പറഞ്ഞു, ഓക്കെ അമ്മ മരിച്ചതിൽ വിഷമമുണ്ട്, പക്ഷേ എനിക്ക് ഉടനെ ഒന്നും വരാൻ പറ്റത്തില്ല, കാരണം ഞാനും അമേരിക്കയിലാണ്, 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മോർച്ചറിലേക്ക് ഈ ബോഡി മാറ്റി 1-2 ആഴ്ച കഴിഞ്ഞ് മകൻ വന്നു കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പോയത്. ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഒരു സമയം കഴിയുമ്പോൾ അപ്പം ഒരു പക്ഷേ ചില ആൾക്കാർക്ക് ഇത് ചില വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട്. നിങ്ങളുടെ ചിലപ്പോൾ കൺസെപ്റ്റ് അങ്ങനെ ആയിരിക്കാം. നമ്മൾ എന്തൊക്കെ സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞാലും കുടുംബമില്ല, തന്നെ കഴിയുകയാണ്. ആരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുകയെന്ന് ചിന്തിക്കണം.
ഒരു പക്ഷേ അവർ ആ ഒരു അനുഭവിച്ച ഒരു അരമണിക്കൂർ സമയത്ത് അനുഭവിച്ച ബുദ്ധിമുട്ട്, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ പോലും ആരുമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന കോടിക്കണക്കിന് കാശ് ചിലപ്പോൾ അതിനൊന്നും മതിയാവണമെന്നില്ല. പല ആൾക്കാരുടെ ഒരു ചിന്തയാണ്, എനിക്ക് കുടുംബമൊന്നും വേണ്ട, അല്ല എൻ്റെ ഇപ്പോഴത്തെ കുടുംബമൊന്നും എനിക്ക് വേണ്ട, ഞാൻ തന്നെ എൻ്റെ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, ഞാൻ ചെന്ന് കഴിഞ്ഞ് എനിക്ക് സാധനം മേടിക്കാൻ പറ്റും, എന്ത് സാധനം ഞാൻ വിളിച്ചു പറഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടും, ഞാൻ ആരെ കെയർ ചെയ്യണമെന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, നമ്മൾ കുടുംബം വേണം, കുട്ടികൾ വേണം, നമ്മുടെ കൂടെ ആൾക്കാർ ആക്ടിവേറ്റ് ആയിട്ട് ഇരിക്കണം. അതാണ് ഒരു സന്തുഷ്ട കുടുംബവും ഒരു സന്തുഷ്ട ജീവിതവും. താങ്ക് യു.